ഗെത്സമേൻ തോട്ടത്തിൽ ചോര വിയർത്തുകൊണ്ട് തീവ്രതയുടെ ഏറ്റവും ഉന്നതത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കല്ലേറ് ദൂരം മാറി ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ശിഷ്യരുടെ അടുക്കൽ വന്ന് ഈശോ ചോദിക്കുകയാണ്, 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിനക്ക് പറ്റുന്നില്ലേ? ഈശോയോടൊപ്പം, നാഥനോടൊപ്പം ഉണർന്നിരിക്കാനുള്ള സമയത്തിലേക്ക് ഇതാ വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്. അവനോടൊപ്പം ഉണർന്നിരിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വേളകളിലും ബലി വേളയിലും അവനോടൊപ്പം ഉണർന്നിരിക്കേണ്ട സമയമാണ്. ആ ഉണർന്നിരിക്കലിൻ്റെ ഏറ്റവും തീവ്രമായ ഭാവമാണ് വിശുദ്ധ കുർബാന. കാൽവരിയുടെ ഓർമ്മയില്ലാതെ ഒരു വ്യക്തി പോലും ദേവാലയത്തിലേക്ക് പ്രവേശിക്കരുത്. ദേഹശുദ്ധി വരുത്താതെ, മനഃശുദ്ധി വരുത്താതെ ഒരാൾക്ക് പോലും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ശരിക്കും അനുവാദമില്ല. അത്ര ശക്തവും പരിശുദ്ധവുമാണ് ദേവാലയത്തിൻ്റെ സാന്നിധ്യം. എന്നാൽ ഞാനും നിങ്ങളുമോ ദേഹശുദ്ധി വരുത്താതെ, മനഃശുദ്ധി വരുത്താതെ, ദേവാലയത്തിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കാതെ അതിനുള്ളിൽ പ്രവേശിക്കുന്നു, അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ബലിയില്ലാതാക്കുകയാണ്. കാൽവരിയെ ഞാൻ തിരസ്കരിക്കുകയാണ്. അവിടെയൊക്കെ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെടുന്നത് കാൽവരിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ദേവാലയത്തിൻ്റെ പരിശുദ്ധിയോടെ നമുക്കൊന്ന് അർപ്പിക്കാം. വിശുദ്ധ കുർബാന ശരീരമന ശുദ്ധിയോടെ നമുക്കൊന്ന് അർപ്പിക്കാം. അത് കാൽവരിയുടെ ഓർമ്മയാണ്, അത് കാൽവരിയുടെ യാഗമാണ്, അത് ചെറുതാകലാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇവരോട് പൊറുക്കണേ. താഴെ നിൽക്കുന്നവർ പലരും വെല്ലുവിളിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു കുറേ അത്ഭുതങ്ങൾ അവിടെ കിടന്നുകൊണ്ട്. പക്ഷെ അവൻ മൗനത്തിലായിരുന്നു, ധ്യാനത്തിലായിരുന്നു. പിതാവിൻ്റെ ഹിതം നിറവേറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ത്യാഗം അനുഭവിച്ച് കുരിശിൽ കിടന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളും വളരേണ്ടത്, ഉണരേണ്ടത് കാൽവരിയുടെ ബലിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം ആലപിക്കുമ്പോൾ ബലിയുടെ ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ബലിയുടെ അനുഭവം ജീവിതത്തിൽ നിറയ്ക്കാൻ നമുക്ക് അത് കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും സഭയും പോരാ ലോകം മുഴുവനും ബലിയാൽ ജീവിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന അതാണല്ലോ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ബലി. ഈ ഗാനം ആലപിക്കുമ്പോൾ ലോകം മുഴുവനിലുമുള്ള ജനം രക്ഷയിലേക്ക് വരാൻ, അവരുടെ ജീവിതം നവീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ആലപിക്കാം. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി. അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ. എൻ്റെ ജീവനായവനേ, എൻ ആശയെന്നുമേ കാൽവരി കുന്നിൽ
മലമുകൾ ഏറി അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ. അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ. എൻ്റെ ജീവനായവനേ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ. മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി മനസരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി മനസരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി മനസരകളിൽ എന്നും വാഴുവാനായി. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി. ആ കരമുയരുന്നീ നാഥ കറകൾ മാറ്റണമേ. കരളലിയണമേ നാഥ കനിവു തോന്നണമേ. കരമുയരുന്നീ നാഥ കറകൾ മാറ്റണമേ. കരളലിയണമേ നാഥ കനിവു തോന്നണമേ. കരമുയരുന്നേ നാഥ കറകൾ മാറ്റണമേ. കരളലിയണമേ നാഥ കനിവു തോന്നണമേ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി. അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ.
ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാണ്: യാഗപീഠത്തിൽ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. അലസതയുടെയും താല്പര്യമില്ലായ്മയുടെയും ചാരം വന്ന് ഈ അഗ്നി കെട്ടുപോകരുത്. ആത്മീയത എപ്പോഴും ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ആത്മീയതയിലൊരു മന്ദിപ്പ്, മരവിപ്പ് ഒക്കെ തോന്നാം, മടുപ്പ് തോന്നാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരവസ്ഥ വരരുത്. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതിന് ഞാൻ ഒരുപാട് വളരേണ്ടതായിട്ടുണ്ട്. ആത്മീയതയിൽ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നിശബ്ദതയിലേക്കും മൗനത്തിലേക്കും ഞാൻ വരേണ്ടതായിട്ടുണ്ട്. അത് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകളടച്ച് രഹസ്യത്തിൽ രഹസ്യങ്ങളറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുക. മൗനത്തിൻ്റെ ആഴത്തിലേക്ക് ചെല്ലണം. മൗനം ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ക്രമപ്പെടുത്തലിൻ്റെ ഓർമ്മയാണ്. ക്രമപ്പെടുത്താത്ത ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അടയാളമാണ് സംസാരവും ബഹളങ്ങളുമെല്ലാം. നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ ക്രമപ്പെടുത്താം. കുറെ കൂടി ആഴമുള്ള ആത്മീയത സ്വന്തമാക്കാം. അതിന് മൗനത്തിൻ്റെ ഉപാസകരായി മാറണം. നമ്മുടെ വികാരങ്ങളെ വിശുദ്ധമാക്കണം, ചിന്തകളെ ഏകാഗ്രമാക്കണം. ചലനമില്ലാത്ത ഒരു യാത്രയാണ് യഥാർത്ഥത്തിലുള്ളൊരു പ്രാർത്ഥന. വികാരങ്ങളുടെ ചലനമില്ലാത്ത, ശരീരത്തിൻ്റെ ചലനമില്ലാത്ത, ചിന്തകളുടെ ചലനമില്ലാത്ത ഒരു യാത്ര. ആ ഒരു യാത്രയിലാണ് യഥാർത്ഥ ദൈവാനുഭവം ഉണ്ടാകുക. അങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ നല്ലത് മാത്രമേ കാണാവൂ, നല്ലത് മാത്രമേ കേൾക്കാവൂ, നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. അങ്ങനെ നല്ലത് മാത്രം കാണാനും നല്ലത് മാത്രം കേൾക്കാനും നല്ലത് മാത്രം ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ മാധ്യമ ധർമ്മം തന്നെയാണ് ശാലോം ടെലിവിഷനിലൂടെ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് ഇവർ പങ്കുവയ്ക്കുക. അതുകൊണ്ട് നമ്മുടെ കണ്ണു തുറന്ന് ഇത് കാണാം, ചെവി തുറന്ന് കേൾക്കാം. ചിന്തകളെ വിശുദ്ധീകരിക്കുന്ന ഈ വലിയ ആത്മീയ നിർവൃതിയിൽ നമുക്ക് പങ്കുചേരാം. അങ്ങനെ ആത്മാവോട് സംസാരിക്കുന്ന അഗാധമായ ധ്യാനം എനിക്കും നിങ്ങൾക്കും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയട്ടെ. അടുത്തു വരുന്ന സംഗീതം അതാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അഗാധമായ നിശബ്ദതയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അഗാധമായ ആത്മീയത നമുക്ക് സ്വന്തമാക്കാം. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ചൈതന്യത്തോടൊന്ന് ചേർന്ന് നിന്ന് ആത്മാവിനെ ഉജ്ജീവിപ്പിക്കുന്ന ആത്മീയത സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീജികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക.
സ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീജികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളുടെ അകതാരു ശുദ്ധമായി തീർത്തിടണേ. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളുടെ അകതാരു ശുദ്ധമായി തീർത്തിടണേ. അനുപമ സ്നേഹത്തിൻ ഈരടി പാടുവാനവികല നാഥാവരമരുൾക. നാഥാവരമരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീജികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആനന്ദരാഗമായി അങ്ങിൽ ലയിക്കുവാൻ ആദിസ്വരൂപ കൃപയരുൾക. നാഥാ കൃപയരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീജികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീജികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. അവനെ നഷ്ടപ്പെടുത്താതെ ചിന്തയിലും വികാരങ്ങളിലും വിശുദ്ധി കാത്തുസൂക്ഷിച്ച്
നമ്മുടെ യാത്ര തുടരാം. അതിനായിട്ടുള്ള പരിശ്രമമായിരിക്കട്ടെ നമ്മുടെ ഓരോ ദിവസവും നാം ചെയ്യേണ്ടത്, നാം വായിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ഹേ മനുഷ്യ എന്തു പ്രയോജനം? ആത്മശുദ്ധിക്കായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനായി ധ്യാനിക്കാം, ഈശോയുടെ മുമ്പിൽ നാഥനോടൊപ്പം ആയിരിക്കാം, മിഴിപൂട്ടിയിരിക്കാം, നിശബ്ദതയിലേക്ക് വരാം. അവിടെ ഉള്ളുണർത്തുന്ന ഒരു ശക്തിയായി നാഥൻ നമുക്ക് അനുഭവവേദ്യമാകും. അതിൽ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ധന്യത നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം, തീഷ്ണതയോടെ നമുക്ക് ജീവിക്കാം. ആമേൻ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായി എന്തു പാടുപെട്ടു നീ. എൻ്റെ ജീവനായവനേ, എൻ ആശയെന്നു